ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നിറയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. മാർക്കൂസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന അനുഗ്രഹമാകുവാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ നമ്മൾ എടുക്കേണ്ട നിലപാടുകളാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നമ്മളൊന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കാത്ത ആരും തന്നെ ഇല്ല. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് ഹൃദയം ഉയർത്തുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ എന്ന് ചിന്തിക്കുമ്പോൾ, വിളിക്കുമ്പോൾ തന്നെ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കടന്നു പോകുന്ന വഴികളിൽ എല്ലാവരും ഏതെങ്കിലും രീതിയിൽ അവൻ്റെ ഉള്ളിൽ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥനകൾ ഫലമണിയണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വചനം തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിലുള്ള ദൃഢമായൊരു വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ ആദ്യം ഉണ്ടായിരിക്കണം. കാരണം എന്താണ്? ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്, ദൈവം സർവജ്ഞാനമാണ്. കാരണം ദൈവത്തിനെല്ലാം അറിയാം. അവൻ ആദിയും അന്ത്യവുമാണ്, ആൽഫായും ഒമേഗയുമാണ്. സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചിട്ടുള്ളതും ഇനി സംഭവിക്കാൻ പോകുന്നതുമൊക്കെ അറിയാവുന്ന സർവജ്ഞാനത്തിൻ്റെ ഉടമയായ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ പരിമിതികളിൽ, നമ്മുടെ കുറവുകളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ഇതാണ്: ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഓരോ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ചിന്തകളിൽ ഉയരേണ്ട ഒന്നാമത്തെ ചിന്ത, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം, ഞാൻ പ്രാർത്ഥിക്കുന്ന അപേക്ഷ, ഞാൻ ദൈവസന്നിധിയിൽ ഉയർത്തുന്ന അപേക്ഷകൾ, അത് നമ്മൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മളത് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 37 മാലാഖ ദൈവസന്നിധിയിൽ വന്നിട്ട്, ദൈവസന്നിധിയിൽ നിന്ന് വന്ന് മാലാഖ, ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്നില്ലേ ദൈവപുത്രൻ്റെ ജനനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുമ്പോൾ പരിശുദ്ധ അമ്മ ആദ്യം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? മാനുഷികമായൊരു ചിന്തയാണ്. എന്നാൽ അത് പെട്ടെന്ന് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് മാലാഖ പറയുമ്പോഴും മറിയം അത് പൂർണ്ണമായിട്ട് അത് ഉൾക്കൊണ്ടു. അതെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം തക്ക സമയത്ത് ഇടപെടും. ദൈവം സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനാണ്. ഞാൻ വിചാരിക്കുന്ന സമയത്ത് തന്നെ ദൈവം ഇടപെടണമെന്നില്ല. അതുകൊണ്ട് ദൈവം എല്ലാറ്റിനും ഉപരിയായവനാണ്, സർവജ്ഞാനമാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. പ്രശ്നങ്ങളെ നോക്കി നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ ചെറുതായി കാണാൻ പാടില്ല. പ്രതിസന്ധികളെ നോക്കി, ആവശ്യങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ വിലയിരുത്താനും പാടില്ല. കാരണം ഈ പ്രശ്നങ്ങളെയും ഈ ആവശ്യങ്ങളെയും കാളൊക്കെ ഉപരിയായി ശക്തനാണ് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. രണ്ടാമത്, ആ വിശ്വാസം നമ്മൾ ഏറ്റുപറയാനായിട്ട് സാധിക്കണം. പ്രാർത്ഥനയിൽ ആ വിശ്വാസത്തെ ഏറ്റുപറയാനായിട്ട് കഴിയണം. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 2 അന്ധരായ മനുഷ്യർ, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സൗഖ്യം ആഗ്രഹിച്ച് ഈശോയുടെ അരികിലേക്ക് വരുമ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ അന്ധന്മാർ പറഞ്ഞതാണ്. കാരണം അത് അവർ ഏറ്റുപറയുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ വിശ്വാസത്തെ കൂടെ ഏറ്റുപറയാനായിട്ട് സാധിക്കണം. ദൈവമേ, ഞങ്ങളിത് വിശ്വസിക്കുന്നു, നിനക്കിത് സാധ്യമാണ്, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് സാധിച്ചു തരാൻ പറ്റും എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയണം. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ ഒരു കുഷ്ഠരോഗിയെ നമ്മൾ കാണുന്നുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ അത്ഭുതമാണ് കുഷ്ഠരോഗിയുടെ സൗഖ്യം. അത് അവിടെ ഈ കുഷ്ഠരോഗിയെ വിശ്വാസം ഏറ്റുപറയുകയാണ്. കാരണം അവൻ ദൈവസന്നിധിയിൽ വന്നിട്ട് പറയുന്ന പ്രാർത്ഥന എന്താണ്? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് പറ്റും.
കാരണം അവൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ചിന്ത അവൻ്റെ ഉള്ളിലുണ്ട്. അത് രണ്ടാമത്തെ സ്റ്റേജിലെത്തുകയാണ്. അത് ഏറ്റുപറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയും. ആ നിമിഷം തന്നെ കർത്താവ് അവൻ്റെ കരുണയുള്ള കണ്ണുകൾ അവൻ്റെ കുഷ്ഠരോഗിയുടെ മേൽ പതിയുകയും അവൻ്റെ സൗഖ്യപ്പെടുത്തുന്ന കരം അവൻ്റെ ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്തപ്പോൾ കുഷ്ഠം മാറി അവൻ പൂർണ്ണ സൗഖ്യമുള്ളവനായിട്ട് മാറി. ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ മാർദ്ദവമുള്ള മനുഷ്യമുള്ള നല്ല ഊർജ്ജസ്വലതയുള്ള ഒരു ശരീരമായിട്ട് ഈ കുഷ്ഠരോഗി മാറാൻ കാരണം അവൻ ആ വിശ്വാസം ഏറ്റുപറയാനായിട്ട് തയ്യാറായി. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 14 മുതൽ 27 വരെ ഉള്ള വചനങ്ങളിലും പിശാച് ബാധിതനായ ഒരു ബാലനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ആ ബാലൻ്റെ അപ്പൻ ശിഷ്യന്മാരുടെ അരികിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവർക്ക് സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ അവരെല്ലാം പിന്നെ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈശോ ആദ്യം പറയാണ്, കാരണം ഈ അടയാളങ്ങൾ കണ്ടിട്ടേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് ഈശോ അവരോട് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈശോ കുട്ടിയുടെ അപ്പനോട് ചോദിക്കുകയാണ്, ഇത് എന്താണ് സംഭവിച്ചത്? അപ്പോൾ കുട്ടിയുടെ അപ്പന് പറയാണ്, നിനക്ക് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ ഈ മകനെ ഒന്ന് സുഖപ്പെടുത്തണം, നിനക്ക് സാധിക്കുമെങ്കിൽ. കാരണം ആ അടിയുറച്ചൊരു വിശ്വാസത്തിലേക്ക് ആ വ്യക്തി വന്നിട്ടില്ലായിരുന്നു ഈ അപ്പൻ ആദ്യം. അപ്പോൾ ഈശോ അവൻ ആ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട്, അത് ഏറ്റുപറയിപ്പിക്കാനായിട്ട് പറയുകയാണ്. ഈശോ ചോദിക്കുകയാണ്, കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഈശോ ആ കുട്ടിയുടെ വിശ്വസിക്കുമെന്നോ സാധിക്കുമെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. ഇത് ചെയ്തു തരാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ച പിതാവിനോട് പറയുകയാണ്, സാധിക്കുമെന്നോ? സാധിക്കും. കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കുന്നവൻ എല്ലാം സാധ്യമാണ്. പെട്ടെന്ന് ആ കുട്ടിയുടെ പിതാവ് അവൻ ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് അത് ഏറ്റുപറയുകയാണ്. കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, മാർക്കൂസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 24, കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഏറ്റുപറയുക, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ ഏതെങ്കിലും രീതിയിൽ അവിശ്വാസം എൻ്റെ ഉള്ളിൽ അറിയാതെ കിടപ്പുണ്ടെങ്കിൽ കർത്താവേ അത് പരിഹരിച്ച് നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ ഈ അപ്പൻ്റെ ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് ആ പിശാച് ബാധിതനായ ആ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വേദനാപരമായ ഒരു വാക്യം നമ്മൾ കണ്ടുമുട്ടും. 13-ാം അധ്യായം 58 ഈശോ തൻ്റെ സ്വദേശത്തേക്ക് വന്ന് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് അനേകർ വന്ന, പക്ഷേ അവരുടെയൊക്കെ വിശ്വാസക്കുറവ് കണ്ടിട്ട്, അവരുടെ അവിശ്വാസം കണ്ടിട്ട് ഈശോയ്ക്ക് ഒന്നും പ്രവർത്തിക്കാൻ പറ്റിയില്ല. അവിടെ ഈ വചനം പറയുകയാണ്, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. കാരണം എന്താണ്? അവരത് ഏറ്റുപറയവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, സർവ്വശക്തനാണ്, ഈ യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല, യേശു സർവ്വശക്തനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ഏറ്റുപറയാതെ അവർ യേശുവിൻ്റെ മാനുഷികത മുന്നിൽ കണ്ടുകൊണ്ട്, ഇവൻ തച്ചൻ്റെ മകനല്ലേ, ഇവൻ നസ്രത്തിലല്ലേ ജനിച്ചത്, അല്ലെങ്കിൽ ഇവൻ്റെ മാതാപിതാക്കളൊക്കെ നമുക്കറിയാമല്ലോ എന്നുള്ള മാനുഷിക ചിന്ത. പ്രിയമുള്ളവരെ, പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാതെ പോകുന്നത് നമ്മൾ മാനുഷിക ചിന്തകൾക്ക് അടിമപ്പെട്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കില്ല. നമ്മൾ ദൈവചിന്തയോടെ, കാരണം ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ വിശ്വാസത്തെ നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് തരും. യാക്കോബ്സ്ലിയുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനങ്ങളിലൂടെ പറയുകയാണ്, സംശയമനസ്കന് എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതനുമായ ഒരുവൻ എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. കാരണം ഒന്നും കിട്ടില്ല. ചഞ്ചല മനസ്കതയോടെ കിട്ടുമോ കിട്ടില്ലയോ, അതെയോ ഇത് ദൈവം സാധിച്ചു തരുമോ, ദൈവത്തിന് ഇത് കഴിയുമോ, ഈ ചിന്തകളോടുകൂടി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെയും അസ്വസ്ഥതകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് കർത്താവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അവിടെ നമുക്കൊന്നും കിട്ടുകയില്ലെന്നാണ് വചനം പറയുന്നത്. സംശയമനസ്കന് എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവൻ എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട്, ശക്തനായ ദൈവത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അത് വിശ്വാസം പ്രഖ്യാപിക്കണം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവം ഇത് സാധിച്ചു തരും. കർത്താവിലുള്ള വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമത്, നമ്മുടെ പ്രാർത്ഥനകൾ അനുഗ്രഹവും അഭിഷേകവുമാകണമെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. മാർക്കൂസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചു കളയും.
നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ എടുത്തു മാറ്റപ്പെടും. ഇന്ന് പ്രാർത്ഥനകൾ ഒരു അനുഗ്രഹമായി നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പല കെട്ടുകൾ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ ഈ കെട്ടുകളെല്ലാം, സംശയത്തിൻ്റെ അല്ലെങ്കിൽ അവിശ്വസ്തതയുടെ, ഇങ്ങനെയുള്ള കെട്ടുകൾ നമ്മളിങ്ങനെ കെട്ടിയിട്ടിരിക്കുക നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ. ചിലരോടൊക്കെ നമുക്ക് പക, ചിലരോടൊക്കെ നമുക്ക് വെറുപ്പ്, ചിലരെയൊക്കെ നമ്മൾ തെറ്റിദ്ധാരണയോടെ കാണുന്നു, ചിലരെയൊക്കെ നമ്മൾ അകറ്റി നിർത്തുന്നു, ചിലരോടൊക്കെ നമ്മൾ അവരുമായിട്ട് ഇടപെടാനായിട്ട് മടിക്കുന്നു, അവനെയൊക്കെ മാറ്റി അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം. പുറമേ നമ്മൾ ചിരിക്കുന്നു, ഉള്ളിൽ നമ്മൾ ഇവൻ ഇങ്ങനെയാണ് എന്നുള്ള ചിന്തയോടെ തെറ്റായ നെഗറ്റീവായിട്ട് ഉള്ളിൽ ചിന്തിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിറച്ച് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടില്ല. ആ പ്രാർത്ഥനകൾ അനുഗ്രഹമായിട്ട് മാറുകയില്ല. ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. ക്യാൻസർ രോഗങ്ങൾ പോലും ക്ഷമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈശോ സൗഖ്യപ്പെടുത്തിയ സംഭവങ്ങളുണ്ട്. ചില അലർജി രോഗങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് സൗഖ്യപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട്. ചില ഹാർട്ട് രോഗങ്ങൾ ഡോക്ടർമാർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഫേസ് മേക്കർ വയ്ക്കണമെന്നൊക്കെ പറഞ്ഞ കേസുകളിൽ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് യേശുവിനെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കർത്താവ് ഇടപെട്ട് ഹൃദയത്തിന് സൗഖ്യം കൊടുത്ത സംഭവങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ അത്ഭുതങ്ങൾ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നത് നമ്മൾ ബാഹ്യമായിട്ട് കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയണം, ഇതിൻ്റെ പിന്നിൽ അവർ കൊടുത്ത ഒരു വിലയുണ്ട്. അവർ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായി. അവരെ വേദനിപ്പിച്ചവരുണ്ട്, അവരെ മുറിപ്പെടുത്തിയവരുണ്ട്, അവരെ നശിപ്പിക്കാനായിട്ട്, അവരെ തകർക്കുവാനായിട്ട്, അവരെ കൊല്ലാൻ പോലും ശ്രമിച്ച വ്യക്തികളോട് അവർ നിരൂപാധികം ക്ഷമിച്ച് ദൈവസന്നിധിയിൽ അവരുടെ വേദനകൾ, രോഗങ്ങൾ, നൊമ്പരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരെ വിടുതൽ കൊടുത്ത് അനുഗ്രഹിച്ചു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദര സഹോദരി, നിൻ്റെ ഉള്ളിൽ ക്ഷമയുടെ ഭാവം ഉണ്ടാകണം. ക്ഷമിച്ചതിന് ശേഷമേ നീ ശക്തമായിട്ട് പ്രാർത്ഥിക്കാവൂ. അതുകൊണ്ട് ക്ഷമിക്കാനായിട്ട് നിന്നെ സഹായിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ കൂതാശയൊക്കെ സ്വീകരിച്ച് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, കർത്താവിൻ്റെ അഭിഷേകം നിന്നിൽ നിറയും. നീ പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ കർത്താവ് സൗഖ്യം തരും. ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ആ പ്രാർത്ഥനകൾ ശക്തമായ ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ നീ ക്ഷമിച്ച് വേണം പ്രാർത്ഥിക്കേണ്ടത്. നിൻ്റെ ഉള്ളിലെ വെറുപ്പും വൈരാഗ്യവും വെച്ചിട്ട് നീ എത്ര നേരം ഹല്ലേലൂയ എന്ന് പറഞ്ഞാലും യേശുവേ രക്ഷിക്കണേ, യേശുവേ കടന്നു വരണമേ, ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും അത് വിട്ടുകൊടുക്കൂല, അത് ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചിട്ട് നീ ഇങ്ങനെ ബാഹ്യമായിട്ട് എനിക്ക് ആരോടും ദേഷ്യമില്ല, വെറുപ്പില്ല എന്നുള്ള ചിന്തയോടെ നീ വിളിച്ചു പ്രാർത്ഥിച്ചാലും ആ ഉത്തരം കർത്താവ് തരില്ല. കാരണം കർത്താവ് ഹൃദയമാണ് കാണുന്നത്, മനസ്സാണ് കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അഭിനയിക്കാനൊക്കെ എളുപ്പമാണ്. ചിലപ്പോൾ നല്ല വർത്തമാനം അവരെക്കുറിച്ച് പറയും, പക്ഷേ ഉള്ളിൽ ഇരുന്ന് തന്ത്രങ്ങൾ മെനഞ്ഞിട്ട് നമ്മൾ അവരെ തകർക്കാനും അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം തരില്ല. കാരണം നിൻ്റെ ഹൃദയം കപടമാണ്, നിൻ്റെ ഹൃദയം കാപട്യമാണ്, നിൻ്റെ ഹൃദയത്തിൽ വഞ്ചനയുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ ക്ഷമിക്കാത്ത തിന്മകൾ നിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം, ആ വിശ്വാസത്തെ ഏറ്റുപറയണം. ഒപ്പം നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ വീണ്ടും നമ്മൾ കാണുന്ന പ്രാർത്ഥനകൾ അഭിഷേകമാകാനായിട്ട് കാണുന്ന ഒരു സംഭവം നമുക്ക് കാണുന്നുണ്ട്. ക്രിയാത്മകമായി പ്രാർത്ഥിക്കണം. എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിൽ ക്രിയാത്മകമായി പ്രാർത്ഥിക്കണമെന്ന് ആക്റ്റീവ് പ്രയർ എന്ന് പറയും. ആക്റ്റീവായിട്ട് പ്രാർത്ഥിക്കണം. അതെങ്ങനെയാണ്? മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ 12 വർഷക്കാല രക്തസ്രാവക്കാരി ഒരു സ്ത്രീയുടെ അവസ്ഥ ചിത്രീകരിച്ചിട്ട് സുവിശേഷകൻ വളരെ മനോഹരമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതുപോലെ നീ ആക്റ്റീവായിട്ട് പ്രാർത്ഥിക്കണം. ലേവ്യരുടെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 19 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിൽ രക്തസ്രാവം മൂലമുള്ള അശുദ്ധിയെക്കുറിച്ച് വളരെ രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം രക്തസ്രാവക്കാർ അത് അശുദ്ധമാണ്. രക്തസ്രാവം എന്ന് പറയുന്ന ഒരു അശുദ്ധമായ രോഗമാണ്. അല്ലെങ്കിൽ അത് തൊട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി തൊടുന്നതെല്ലാം അശുദ്ധമാകും, ആ വ്യക്തിയെ തൊടുന്നവർ അശുദ്ധമാകും, ആ വ്യക്തി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അശുദ്ധമാകും. ഇതെല്ലാം നിറഞ്ഞു നിന്ന ഒരു തെറ്റായ കാഴ്ചപ്പാടുകളും തെറ്റായ മനോഭാവങ്ങളും ഒക്കെ വച്ചു പുലർത്തിയ ഒരു കാലഘട്ടത്തിൽ ഈ രക്തസ്രാവക്കാരി സ്ത്രീ ആരാലും അകറ്റപ്പെട്ട് എല്ലാവരാലും അകറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നപ്പോഴും അവൾ അടിയുറച്ചൊരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആഴമായൊരു വിശ്വാസം. അവൾ യേശുവിനെക്കുറിച്ച് ആദ്യം കേൾക്കുകയാണ്. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു, സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ ആ യേശുവിലുള്ള വിശ്വാസം അവളിൽ വളർന്നു. പിന്നെ അവൾ അത് ഏറ്റുപറയാനായിട്ട്, കാരണം എൻ്റെ ഈശോ സൗഖ്യപ്പെടുത്തും. പിന്നെ അടുത്ത സ്റ്റേജിൽ അവൾ എല്ലാവരോടും ക്ഷമിച്ചു. കാരണം അവളെ അകറ്റി നിർത്തിയ സമൂഹത്തോട് അവൾ ക്ഷമിക്കാനായിട്ട് തയ്യാറായി.
അവളെ നോക്കി കുറ്റപ്പെടുത്തിയ സമൂഹത്തോട് അവൾ ക്ഷമിച്ചു. അവളെ അകറ്റി നിർത്തിയവരെയും അവൾക്കെതിരെ സംസാരിച്ചിട്ടുള്ളവരോടൊക്കെ ഈ രക്തസ്രാവക്കാരി പൂർണ്ണമായിട്ട് ക്ഷമിച്ചിട്ടുണ്ട്. അതിനുശേഷം അവൾ എന്താണ്? ആക്റ്റീവ് പ്രയറിലേക്ക് വരികയാണ്. ആക്റ്റീവായിട്ട് ക്രിയാത്മകമായി പ്രാർത്ഥിക്കുന്ന അവസ്ഥ. അതെന്താണ്? അവൾ മനസ്സിലിങ്ങനെ ഭാവനയിൽ കണ്ടു, ഞാൻ എൻ്റെ ആ കർത്താവിൻ്റെ അരികിൽ ചെന്നിട്ട് ആ കർത്താവിൻ്റെ വസ്ത്രത്തിലെ ആ വിളുമ്പിൽ ഞാൻ സ്പർശിക്കും. അവളിങ്ങനെ മനസ്സിലിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 28 ഇങ്ങനെ പറയുന്നുണ്ട്, ഈശോയുടെ വസ്ത്രത്തിലെങ്കിലും സ്പർശിച്ചാൽ ഞാൻ സുഖപ്പെടും എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുക അവൾ. അപ്പോൾ ഒരുവൻ തൻ്റെ മനസ്സിൽ എന്ത് ചിന്തിച്ച് വിചാരിച്ച് ഭാവന ചെയ്തുകൊണ്ട് നടക്കുന്നുവോ അത് സംഭവിക്കും. ഇതാണ് ആക്റ്റീവ് പ്രയർ, ഇതാണ് ക്രിയാത്മകമായ പ്രാർത്ഥന. അപ്പോൾ ഒരുവൻ അവൻ്റെ മനസ്സിൽ എന്താണ് ചിന്തിക്കുകയും വിചാരിക്കുകയും അത് ഭാവന ചെയ്യുകയും അത് ആവർത്തിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അത് സംഭവിക്കും. ആക്റ്റീവ് പ്രയർ എന്ന് പറയുന്നത് ഇതാണ്. ഒരു രോഗശാന്തി നിനക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ക്രിയാത്മകമായ പ്രാർത്ഥനാവസ്ഥയിലേക്ക് വരണം. അതല്ലാതെ അയ്യോ ഈ രോഗം മാറുമോ, ഈ രോഗം അയ്യോ ഇത് വഷളാണല്ലോ, ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നല്ലോ എന്നിങ്ങനെ നെഗറ്റീവായിട്ട് നീ ചിന്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രോഗം നിന്നെ കീഴടക്കിക്കൊണ്ടിരിക്കും. മറിച്ച് കർത്താവ് ഇടപെടുന്നുണ്ട്, കർത്താവ് സൗഖ്യപ്പെടുത്തും, കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ രോഗം മാറുകയാണ്, ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും കടന്നു വരികയാണ്, എൻ്റെ ശരീരത്തിന് ആരോഗ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ശരീരത്തിൽ സൗഖ്യം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നീ ഭാവനയിൽ കണ്ട് മനസ്സിൽ കണ്ട് അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലമണിയും. അവിടെ രോഗശാന്തി പൂർണ്ണമായിട്ട് സംഭവിക്കും. ആക്റ്റീവ് പ്രയർ. അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നീ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. ആ വ്യക്തി ഭയങ്കര തിന്മകൾക്ക് അടിമപ്പെട്ട വ്യക്തിയായിരിക്കാം. പക്ഷെ നീ ഭാവനയിൽ കാണണം ആ വ്യക്തി ആ തിന്മകളൊക്കെ ഉപേക്ഷിച്ച് നല്ല വിശുദ്ധമായ ജീവിതം നയിക്കുന്നത് നീ കണ്ട് അതിനെ ഓർത്ത് ദൈവത്തിന് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് നീ അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ തക്ക സമയത്ത് കർത്താവ് അവിടെ അത്ഭുതം നടത്തും. ഒരുപക്ഷെ നീ വീട് പണി ആരംഭിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവിൻ്റെ മുമ്പിൽ ഒരു വീട്, നല്ലൊരു വീട് കെട്ടാനായിട്ട് നീ ആഗ്രഹിച്ചിട്ട് അതിൻ്റെ പണി തുടങ്ങി. പക്ഷേ നീ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയിൽ നീ ഭാവന കണ്ടിട്ടില്ല, ക്രിയാത്മകമായി നീ പ്രാർത്ഥിച്ചിട്ടില്ല. പണി പൂർത്തിയാക്കപ്പെടുകയും ആ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ അത് നന്നായിട്ട് ആ ഭവനം രൂപപ്പെടുത്തി അത് പൂർത്തീകരിച്ച് ആ ഭവനത്തിൽ കയറി സന്തോഷത്തോടെ ജീവിക്കുകയും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം ക്രിയാത്മകമായി കണ്ട് അത് മനസ്സിലിങ്ങനെ വിചാരിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും. ഇതുപോലെയാണ് ഓരോ പ്രവൃത്തിയും. പരീക്ഷ എഴുതാനായിട്ട് ഒരു പരീക്ഷയിൽ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനുവേണ്ടി നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ അത് മനസ്സിൽ കാണണം. ആ പരീക്ഷ നന്നായിട്ട് എഴുതുന്നത് പോസിറ്റീവായിട്ട് കാണണം, അത് ഭാവനയിൽ കാണണം, അത് സംഭവിക്കുന്നതായിട്ട് കാണണം, അത് നന്നായിട്ട് എഴുതി പൂർത്തിയാക്കി ആ റിസൾട്ട് വരുമ്പോൾ നീ ജയിക്കുന്നത് നീ ഭാവനയിൽ കാണണം. ഇതെല്ലാം കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തക്ക സമയത്ത് അവിടെ അത്ഭുതം അത് സ്ഥിരീകരിക്കപ്പെടും. ഇതാണ് ക്രിയാത്മകമായ പ്രാർത്ഥന. ഈ രക്തസ്രാവക്കാരി 12 വർഷക്കാല രക്തസ്രാവക്കാരിയായിരുന്നു അവൾ. കാരണം അത് ഭാവനയിൽ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ ആ നിമിഷം പൂർണ്ണ സൗഖ്യം. അവളത് ഭാവനയിൽ കണ്ടു. അത് നിരന്തരം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെയാണ് വരാൻ പോകുന്നത്, ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നീ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് സംഭവിക്കും. പ്രാർത്ഥനയിൽ ഈ ഒരു പോസിറ്റീവ് എനർജിയെ, ഈ ശക്തിയെ നിൻ്റെ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തണം. 5-ാമത് സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥന തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞിട്ട് എന്താണ് കർത്താവ് ഉത്തരവൊന്നും തരുന്നില്ലല്ലോ, എന്താണ് പ്രശ്നം? ചില പ്രാർത്ഥനകൾക്ക് കാലതാമസം വരും. അപ്പോൾ ആ പ്രാർത്ഥനകൾക്ക് അതിന് അത്രത്തോളമുള്ള കാലതാമസം വേണ്ടി വരുന്നത് കൊണ്ട് നീ എന്ത് ചെയ്യണം? നീ അത് മുടക്കമില്ലാതെ സ്ഥിരതയോടെ ആ പ്രാർത്ഥനയിൽ മുഴുകണം, ആ പ്രാർത്ഥനയിൽ തന്നെ നിലനിൽക്കണം. അനുഗ്രഹം അത് സംഭവിച്ചതുവരെ, കേൾക്കുന്നത് വരെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. നമ്മൾ കാണുന്നുണ്ട് ലൂക്കയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ ഒരു ഭഗ്നാശരാകാതെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. അവിടെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ആ ഉപമ പറയുന്നത്. 2 വ്യക്തികളെ എടുത്തു വെച്ചിട്ടാണ് ഈ ഉപമ കാണിക്കുന്നത്. എന്താണ്? ന്യായാധിപൻ. കാരണം ആ ന്യായാധിപൻ്റെ പ്രത്യേകത എന്താണ്? ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ മാനിക്കില്ല. ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപൻ. ആ ന്യായാധിപൻ്റെ ആ രാജ്യത്ത് ആ കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട വിധവ, അവളെ വിഷമിപ്പിച്ച, അവൾക്കെതിരെ നിലപാടെടുത്ത എതിരാളികൾക്കെതിരായിട്ട് എന്തെങ്കിലും നീതി നടപ്പാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യായാധിപൻ്റെ അരികിൽ വന്നിട്ട് ഈ വിധവ പല ആവർത്തി പറയുകയാണ്.
ആവശ്യപ്പെടുകയാണ്. പക്ഷേ അവൻ എന്താണ് അവൻ അതൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അവന് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ മാനിക്കുകയില്ല. അതുകൊണ്ട് ഈ ന്യായാധിപൻ ഈ വിധവ ആദ്യം പറഞ്ഞ കാര്യമൊന്നും കേട്ടില്ല. ഒരു ദിവസം വന്ന് പറഞ്ഞു, അവൻ മൈൻഡ് ചെയ്തില്ല. രണ്ടാമത്തെ ദിവസവും വിധവ വീണ്ടും ചെന്നു, അത് പറയുന്നില്ല. വിധവ ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തുന്ന രീതിയിൽ കൂടെ ചെന്ന് ഈ ആവലാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. ദൈവം ഈ ന്യായാധിപനോട് പറയാൻ തുടങ്ങി, കാരണം എന്നെ രക്ഷിക്കണം, കാരണം ഇതിൽ നിന്ന് ഈ അനീതി കാണിച്ചവർക്ക് അവർക്കെതിരായിട്ട് നിലപാടെടുക്കണം, കാരണം എൻ്റെ എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണം, എൻ്റെ എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട വിധവ വിഷമിച്ച് അവളുടെ നഷ്ടപ്പെട്ട ജീവിതാവസ്ഥയിൽ നിന്ന് അവൾ വിടുതൽ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഈ ന്യായാധിപൻ്റെ മുമ്പിൽ എപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കുറേ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഈ ന്യായാധിപൻ അറിയാതെ ഉള്ളിലൊരു ചിന്ത വരിക, കാരണം ഇത് ശരിയല്ല, ഞാൻ ഈ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല, എങ്കിൽ ഈ വിധവ ശല്യം ചെയ്യുന്നതുകൊണ്ട് അത് നേരത്തെ തന്നെ തീർത്തു കൊടുക്കാം. അദ്ദേഹം അത് ഉടനെ തന്നെ അത് തീർത്തു കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കാലതാമസം വരുന്ന പ്രാർത്ഥനകൾ വരും. അതുകൊണ്ട് നമ്മൾ സ്ഥിരതയോടെ ആ പ്രാർത്ഥനയിൽ വ്യാപരിക്കണം. അതല്ലാതെ ഒരു ദിവസം പ്രാർത്ഥിച്ചു, ഒരാഴ്ച പ്രാർത്ഥിച്ചു, ഒരു മാസം കഴിഞ്ഞു, അല്ല എങ്കിൽ ഒരു വർഷം കഴിഞ്ഞു, അല്ല ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയോടെ ആ നിയോഗവും ആ പ്രാർത്ഥനയെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയില്ല. നമുക്കറിയാം വെള്ളം തിളയ്ക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ആ പൂർണ്ണതയിൽ വരണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ചൂടായാലേ വെള്ളം തിളയ്ക്കുകയുള്ളൂ. അപ്പോൾ ഈ 100 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് കാത്തിരിക്കാനായിട്ടുള്ള മനസ്സുണ്ടാകണം. അല്ലാതെ വെള്ളം ഇങ്ങനെ ഒരു 60 ഡിഗ്രിയായി ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ വരുന്നു, 70 ഡിഗ്രിയായി അല്പം തിളച്ച് കഴിയുമ്പോൾ അയ്യോ ഇതെന്താണ് മതിയെന്നും പറഞ്ഞുകൊണ്ട് ഓഫാക്കി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലെത്തില്ല. 100 ഡിഗ്രിയിലാണ് വെള്ളം അത് പൂർണ്ണമായിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത്. 100 ഡിഗ്രി ആകുമ്പോഴാണ് വെള്ളം അത് തിളയ്ക്കുന്നത്, ആ തിളച്ച രീതിയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അതുവരെ കാത്തിരിക്കാനുള്ള മനസ്സ്, പ്രാർത്ഥനയിലും ഈ ഒരു മനോഭാവം വേണം നമുക്ക്. കർത്താവ് ഇടപെടുന്നത് വരെ ഞാൻ കാത്തിരിക്കും, ദൈവം എനിക്ക് വേണ്ടി നീതി നടപ്പാക്കുന്നത് വരെ, ദൈവം ഈ കാര്യത്തിൽ ഇടപെട്ട് അനുഗ്രഹിക്കുന്നവരെ ഞാൻ കാത്തിരുന്നുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന നിരന്തരം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥന സമർപ്പിച്ചു കഴിഞ്ഞു, ഇനി കർത്താവ് നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുകയല്ല. ഓരോ ദിവസവും ഇത് ആവർത്തിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. 6, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ കൂടുതൽ അഭിഷേകമാകും. പുറപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിച്ച് അഹങ്കരിച്ച് ജീവിച്ച ആ ഇസ്രായേൽ ജനം അവസാനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ, ഫറവോയുടെ അടിമത്തത്തിലാകുമ്പോൾ ആ ക്ലേശങ്ങളിൽ നിരാശപ്പെട്ടുകൊണ്ട് അവർ കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന അവർ കർത്തൃസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വചനം പറയുകയാണ്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 9, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു, ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. കാരണം ഈജിപ്തുകാർ ഈ ഇസ്രായേൽ ജനത്തെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ദൈവം കാണുകയാണ്. ഈ ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീരോടുള്ള നിലവിളിച്ച പ്രാർത്ഥന അവിടെ കർത്താവ് ഉത്തരം കൊടുക്കുകയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോശ വഴി ദൈവം അവരെ രക്ഷിക്കുകയാണ്. അപ്പോൾ നിൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഒരു വിലാപമായി, കരച്ചിലായിട്ട് ഉയരണം. പത്രോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. ലൂക്കയുടെ സുവിശേഷം 22-ാം അധ്യായം 62 പത്രോസ് പാവം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ആ കണ്ണുനീര് കണ്ട് കർത്താവ് അവനെ കൂടുതൽ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ നമ്മൾ ഏറ്റെടുത്തിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 11, രാത്രിയുടെ ആമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയം ചൊരിയുക. കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അഭിഷേകമായിട്ട് മാറും. അപ്പോൾ ഈ പ്രാർത്ഥനകൾ അനുഗ്രഹവും അഭിഷേകവുമാകുവാൻ നമ്മളെടുക്കേണ്ട 6 പ്രാർത്ഥന നിലപാടുകൾ കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. 1, ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ ആഴമായി വിശ്വസിക്കണം. ആ സർവ്വശക്തിയിൽ ആഴമായി വിശ്വസിക്കുന്നതോടൊപ്പം ആ വിശ്വാസത്തെ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. കാരണം ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയണം. 3, നമ്മൾ എല്ലാവരോടും ക്ഷമിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. 4, ക്രിയാത്മകമായി പ്രാർത്ഥിക്കണം. ഭാവനയിൽ കാണണം. നമ്മളെന്താണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നോ അത് സംഭവിച്ചതായിട്ട് കണ്ടുകൊണ്ട് ക്രിയാത്മകമായി അത് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 5, സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം.
ഒരു ദിവസം പ്രാർത്ഥിച്ച് നിർത്തേണ്ടതല്ല. സംഭവിക്കും വരെ, ദൈവം ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് വരെ, എന്തു തന്നെയായാലും, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, ആ ഉത്തരം കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ അത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആറാമത്, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കർത്തൃസന്നിധിയിൽ ഈ ചിന്തകളോടെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളാണല്ലോ ഇന്നത്തെ തിരുവചനത്തിലൂടെ അവിടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത്. അവിടുന്ന് സർവശക്തനും കാരുണ്യവാനുമാണ്. എല്ലാ കാര്യങ്ങളും അവിടുന്ന് അറിയുന്നുണ്ട്. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ ഒരു അവബോധവും ഈ വിശ്വാസവും നിലനിർത്തി ആ വിശ്വാസം ഏറ്റുപറയുവാനും അതോടൊപ്പം തന്നെ എല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനും ക്രിയാത്മകമായി അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനും നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനും അവസാനം വരെ സ്ഥിരതയോടെ പ്രാർത്ഥനയിൽ നിലനിൽക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വേണ്ടവിധം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.